ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് കട്ടത്തങ്കടി എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് മറന്നെടുക്കാനുള്ളത്. അങ്ങനെ തോട്ടിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഈ തോട്ടീൻ്റെ ആള് ഇന്ന് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പൈപ്പെല്ലാം നെട്ടിട്ടിട്ടാണ് സെറ്റാക്കുന്നത്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി പോകാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഇന്നലെ മറിഞ്ഞെടുക്കാൻ പോയപ്പോഴുണ്ടായ ലോഡ് അങ്ങനെ തന്നെ ഉണ്ട്. അതൊന്നും എടുത്തിട്ടില്ല. 2 പൈപ്പ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അങ്ങനെ തോട്ടി കൂടി വെക്കാനുണ്ട്. അങ്ങനെ അതും കൂടി വെച്ചെങ്കിൽ ലോഡ് ഫുള്ളാകും. പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഇതിൻ്റെ സീറ്റെല്ലാം അയച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് വെക്കാനില്ല. ഇങ്ങനെ മറിഞ്ഞെടുക്കാനുള്ളത് കൊണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ കൊണ്ട് അങ്ങനെ പൈപ്പൊന്നും എടുക്കലൊന്നുമില്ല, സീറ്റ് വെക്കലൊന്നുമില്ല. അങ്ങനെ ഉണ്ടാകും ഇതിൽ തന്നെ. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു. ഇനി മാന്യത്തിലേക്ക് പോകണം. മാന്യത്തിലെ കൂടിയാണ് പോകുന്നത്. കട്ടത്തണ്ടക്കടി പറയുന്ന സ്ഥലത്തിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റേ അയാളെ കൂടി വീടുണ്ട്. അപ്പോൾ അവിടുന്ന് അയാളും കൂടി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകും. ഇവിടുന്ന് ഹോർണടിച്ചാൽ അയാൾ പുറത്തിറങ്ങി വരും വീട്ടിൽ നിന്ന്. അങ്ങനെ അയാൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട്. അവിടെ പൈപ്പെല്ലാം കുറച്ച് ഹൈറ്റാക്കുന്നുണ്ട് പൈപ്പ് വെച്ചിട്ട്. പിന്നെ അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. ഇങ്ങനെ കട്ടത്തങ്കടി എത്തി. അങ്ങനെ ഇതിൻ്റെ കട്ടത്തങ്കടി കഴിഞ്ഞിട്ടില്ലേ ഈ റൂട്ടിലെ കൂടി പോകണം. അങ്ങനെ ഇതിലേ പോയിട്ടാണ് സൈഡിലേക്കില്ലേ വഴി കിട്ടുന്നത്. അങ്ങനെ ഇതേ വഴിയിൽ കൂടി പോകണം. ഈ റൂട്ടിലെ കൂടി പോയിട്ട് ഇനിയും കുറച്ചുകൂടി പോകാനുണ്ട് സൈഡിലേക്ക് എത്താൻ വേണ്ടി. ബാക്കി നമുക്ക് സൈഡിൽ വെച്ചിട്ട് കാണാം. അങ്ങനെ സൈഡിലേക്കെല്ലാം എത്തി, ഗേറ്റെല്ലാം തുറന്നു. അങ്ങനെ വണ്ടീനെ ഉള്ളിലോട്ട് കയറ്റി. ഇതാണ് സൈറ്റ്. നമുക്ക് ഇവിടത്തേക്കാണ് ഇളക്കാന്നില്ലതെന്ന്. പൈപ്പെല്ലാം സെറ്റാക്കുന്നുണ്ട്. വലിച്ച് 2 ആളില്ലാതുകൊണ്ട് 2 സെറ്റ് പൈപ്പ് വലിക്കുന്നുണ്ട്. അങ്ങനെ മോട്ടറെല്ലാം സ്റ്റാർട്ടാക്കി. 1 ഡ്രം വേരൽ മറന്നാക്കിയിട്ടുണ്ട്. ഇന്നൊന്ന് വേരലാക്കും. അങ്ങനെ 2 പൈപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 1 പൈപ്പിൽ 3 പൈപ്പ് ഉണ്ടാക്കും. ടോട്ടൽ 6 പൈപ്പാണ്. അങ്ങനെ അപ്പോൾ കുറേ ലോങ്ങിലോട്ടെല്ലാം വലിക്കാൻ കഴിയും. അങ്ങനെ ഇയാളെ പൈപ്പ് ഇതിലേ പോകുന്നതാ. കറുത്ത തോട്ടീൻ്റെ പൈപ്പാണിത്. 70 ഫീറ്റിൻ്റെത്. ഇവിടെല്ലാം കുറച്ച് തൈകൾ ചെറുതാണ്. താഴെ ഒന്ന് തോട്ടം കൂടി ഉണ്ട്. അതിൽ വലിയ വലിയ മരങ്ങളായില്ലത്. അങ്ങനെ ഇതിൽ നല്ല മാങ്ങ ചെണ്ടാവുന്നുണ്ട്. തോട്ടീൻ്റെ ഗുണമാണത്. തോട്ടി വാങ്ങിയെങ്കിൽ മെയിൻ പോയിന്റ് ഇതാണ്. അടക്ക കൊല നല്ല മാങ്ങ നനഞ്ഞ് കിട്ടും. അല്ലാതെ കീറിയിട്ട് ഇളക്കുമ്പോഴത്തേക്കെല്ലാം ഇത്ര ഒന്നും നനഞ്ഞ് കിട്ടൂല. നല്ല മാങ്ങ നനവ് കിട്ടും. മയിൽത്തൊത്ത് സുണ്ണ മിക്സാക്കിയ വെള്ളം നല്ല പാങ്ങ് പിടിക്കും അതിൽ. അപ്പോൾ ഈ മഴയെല്ലാം വരുമ്പോഴത്തേക്ക് കൊലക്ക് അസുഖം പിടിക്കാതെ നല്ല പാങ്ങ് നിൽക്കും. അതിനാണ് ഇതെല്ലാം ഇളക്കുന്നത്. 800 ഫോളോവേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഫോളോ ആക്കാതെ നോക്കുന്ന ആൾ കൂടി ഉണ്ട്. അപ്പോൾ ഒരിടത്ത് എൻ്റെ റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ആക്കി സപ്പോർട്ടാക്കണം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോത്തിന് ഒന്ന് സപ്പോർട്ട് കിട്ടും. എനിക്കിനി അടുത്ത വീഡിയോ ചെയ്യണമെന്ന് തോന്നും. എങ്ങനെയാ ഇത്ര ആൾക്കാർ നോക്കുന്നുണ്ട്. 1000-ന് മുകളിൽ ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷെ അതിൽ
200 250 ആൾക്കാരെല്ലാം ഫോളോ ആക്കാതെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിടത്ത് എൻ്റെ റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഫോളോ ആക്കണം, പിന്നെ ലൈക്ക് ആക്കണം. മറ്റേ അയാളും കൂടി അളക്കുന്നുണ്ട് മുകളിലത്തെ തുടത്തിൽ. അങ്ങനെ അയാളുടെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ മിനി ട്രാക്ടറും മധൂരിലേക്ക് പോകുന്നതും വെള്ളത്തിലേക്ക് പോകുന്നതും എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോത്തിൽ കാണാം. ബൈ ഗൈസ്.